കെ.പി. ജോർജ് ക്യാമ്പയിൻ ഫൈനാൻസിൽ നിന്ന് പിന്നെ $30,000 സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞ് അത് പ്രമാദമായ മറ്റൊരു കേസ്. അതിൻ്റെ പേരിലും അറസ്റ്റ് ചെയ്തു. ആ ഫോട്ടോ ഒക്കെ എടുത്ത് കൃത്യമായിട്ട് മീഡിയയ്ക്കെല്ലാം കൊടുക്കാൻ പിന്നെ ഡിസ്ട്രിക്ട് അറ്റോർണിയും അവരുടെ പോലീസും ഒക്കെ മറന്നില്ല. എന്തായാലും എങ്ങനെ ഏതെല്ലാം രീതിയിൽ ആക്ഷേപിക്കാമോ ആ രീതിയിലൊക്കെ ആക്ഷേപിക്കാനായിട്ടുള്ള അവസ്ഥ സ്ഥിതിയൊക്കെ അവരുണ്ടാക്കി വെക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ തമാശ കെ.പി. ജോർജ് പറയുന്നത് അദ്ദേഹം തന്നെയാണ് ഇലക്ഷൻ ക്യാമ്പയിനൊക്കെ നടത്തിയത്, പ്രചാരണമെല്ലാം നടത്തിയത്. അപ്പോൾ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത്. അപ്പോൾ ആ കാശിൽ കുറച്ചൊരു ഭാഗം ഈ ക്യാമ്പയിൻ ഫണ്ട് വന്നപ്പോൾ കുറച്ചൊരു ഭാഗം തിരിച്ചെടുത്തു എന്നേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ കൃത്യമായ രേഖകളൊന്നുമില്ല എന്നാണ് അധികൃതർ പറയുന്നത്. അതൊരു പക്ഷേ ശരിയായിരിക്കും. കാരണം അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചല്ലോ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കിയും മറ്റുമാണ് ആദ്യമായിട്ട് പ്രചാരണ രംഗത്ത് വരുന്നത്. പിന്നീടാണ് കാശ് വരുന്നതും ഒക്കെ. അപ്പോൾ കൃത്യമായ രേഖകളും ഒക്കെ ഉണ്ടാവേണ്ടതുണ്ട്. എങ്ങനെയായാലും അത് കോടതിയിലിരിക്കുന്നു. അപ്പോൾ ഈ കേസുകളിലൊക്കെ മനംനൊന്താണ് സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ് ഈ കേസൊക്കെ എടുക്കുന്നത്. അപ്പോൾ അത് മനംനൊന്താണ് അദ്ദേഹം പാർട്ടി മാറാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ ഇതിലേറ്റവും തമാശമായിട്ട് കണ്ട കാര്യം അദ്ദേഹത്തിന് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ സ്വീകാര്യതയില്ല, സ്വാഗതമില്ല, അദ്ദേഹത്തെ എടുത്തുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് കൺസർവേറ്റീവ് ഫോറം, ടെക്സസ് കൺസർവേറ്റീവ് ഫോറം എന്ന് പറയുന്ന ഒരു വിഭാഗം രംഗത്ത് വന്നിരിക്കുന്നു. അത് നമുക്ക് അതിൻ്റെ പിന്നിൽ ആരാണെന്ന് നമുക്കറിയാം. ഡാൻ മാത്യൂസ്, ടോം വിരിപ്പൻ, എന്തോ ഒരു മാർട്ടിൻ ജോൺ. പേര് കേൾക്കുമ്പോൾ തന്നെ ആരാണിവരെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മുടെ ആളുകൾ തന്നെ, മലയാളികൾ തന്നെ. ഒരു മലയാളി രക്ഷപ്പെടുന്നത് വേറൊരു മലയാളി ഇഷ്ടപ്പെടാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ എതിർക്കുന്നതിൽ അതിശയിക്കേണ്ടതില്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ റിപ്പബ്ലിക്കനും ഡെമോക്രാറ്റും ആകുന്നതിന് പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നുമില്ല. നമ്മൾ ഈ അമേരിക്കയിൽ ആദ്യം വരുമ്പോൾ എല്ലാവരും തന്നെ ദരിദ്രരായിരിക്കും. ഇവിടെ വന്നിട്ടാണ് പണമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ദരിദ്രരായിരിക്കുന്ന അവസ്ഥയിൽ, അതുപോലെ തന്നെ കുടിയേറ്റക്കാരായിരിക്കുന്ന അവസ്ഥയിൽ എല്ലാവരും തന്നെ ഡെമോക്രാറ്റുകളാണ് വരുമ്പോൾ. പിന്നീട് അത്യാവശ്യം കാശായി കഴിയുമ്പോൾ റിപ്പബ്ലിക്കനായി മാറുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ, കാരണം നമ്മൾ ഇന്ത്യക്കാരും കൺസർവേറ്റീവ് ചിന്താഗതിയുള്ളവരാണ്, യാഥാസ്ഥിതികരാണ്. നമ്മളും ഈ കുടുംബവും പണിയെടുത്ത് കാശുണ്ടാക്കണമെന്നും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാണ്, ട്രഡീഷണൽ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. ഇതൊക്കെ തന്നെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയും പറയുന്നത്. അതിൻ്റെ കൂടെ ഇത്തിരി വംശീയത അവർ കലർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ.